ഒടുവിൽ അങ്ങനെ നീണ്ട പോരാട്ടത്തിന് ശേഷം വിജയ് നാളെ തമിഴ്നാട് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം 5 സീറ്റുമായി കോൺഗ്രസ് എത്തിയപ്പോഴും വിജയ്ക്ക് വീണ്ടും വേണമായിരുന്നു 5 സീറ്റ് കൂടി. ആ ഒരു സമയത്ത് ഇപ്പോഴത്തെ CPI CPM-നുള്ള 4 സീറ്റും VCK എന്നുള്ള മറ്റ് പാർട്ടിയും കൂടി ചേർന്നപ്പോൾ 6 സീറ്റ് വിജയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഏകദേശം 119 സീറ്റാണ് ഇപ്പോൾ വിജയുടെ കയ്യിലുള്ളത്. അന്തിമ സമയത്ത് CPI CPM ഒരു ഉപാധികളോടുകൂടി ഇല്ലാതെ വിജയ്ക്ക് പിന്തുണ നൽകുമെന്ന് പറഞ്ഞതോടുകൂടി DMK ADMK ഒരുമിച്ച് കൂട്ടുകക്ഷി ആരംഭിക്കാമെന്ന് പറഞ്ഞ ആ ഒരു പദ്ധതി ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. നാളെ തന്നെ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും DMK-ക്ക് ഒപ്പം നിന്നുകൊണ്ടാണ് സീറ്റുകൾ ജയിച്ചത്. പക്ഷേ അവസാനം DMK-ക്ക് ഇട്ട് തന്നെ പണി കൊടുത്തുവെന്ന് വേണമെങ്കിൽ പറയണം. വിജയ്ക്കൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല തീരുമാനമെന്ന് ഇവർക്ക് രണ്ടുപേർക്കും തോന്നി. കോൺഗ്രസ് ഉപാധികളോടുകൂടിയാണ്, അതായത് 2 മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ്ക്കൊപ്പം ചെയ്യുന്നത്. പക്ഷെ കമ്മ്യൂണിസ്റ്റിന് യാതൊരു ഉപാധികളുമില്ല. അതുപോലെ തന്നെ VCK ആയിട്ട് വീണ്ടും ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. VCK എന്തായാലും വിജയ്ക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും മുസ്ലിം ലീഗും വിജയ്ക്ക് പുറമെ നിന്ന് എല്ലാ പിന്തുണ നൽകുമെന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഇനി മുന്നോട്ട് ധൈര്യമായി പോകാം. തമിഴ്നാടിനി മാറി മറിയാൻ പോകുന്നതിന്റെ പ്രതീക്ഷയിലാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ. വിജയ്ക്ക് ഇത്ര വലിയ പിന്തുണ നൽകിയ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും VCK-യും ഒക്കെ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. ആ ഒരു കാരണം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇവർ വിജയിയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.